So welcome back. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോൾട്ട് ഹൈഡ്രോളിസിസ് എന്നൊരു ഫിനോമിനെ കുറിച്ചാണ്. സോൾട്ട് ഹൈഡ്രോളിസിസ്. ഓക്കെ, അത് നമ്മൾ ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ NaCl സോൾട്ട്, എന്താണ് സോൾട്ട് എന്ന് നമുക്കറിയാം. ഒരു ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ സോൾട്ട് എന്ന് വിളിക്കുന്നത്. ഈ സോൾട്ടിന് നമ്മൾ വാട്ടറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. NaCl ഞാൻ വാട്ടറായിട്ട് ഇൻറ്ററാക്ട് ചെയ്യിച്ചാൽ ഈ ഒരു കാര്യം മനസ്സിലാക്കണേ, ഇതിന് സോൾട്ടിനകത്ത് ഒരു കാറ്റയോണിക് പാർട്ടും ഉണ്ട്, ഒരു ആനോണിക് പാർട്ടും ഉണ്ട്. ദ കാറ്റയോണിക് പാർട്ട് ഓഫ് ദി സോൾട്ട് ബിലോങ്സ് ടു ബേസ്. ആ എടുത്തേക്കുന്ന സോൾട്ടിൽ കാറ്റയോണിക് പാർട്ട് ബേസ് എന്ന് വരുന്നതും ആനയോണിക് പാർട്ട് ആസിഡിൻ്റെ പാർട്ടുമാണ്. ഓക്കെ, അപ്പോൾ Na+Cl- ഇതാണ് സോൾട്ട്. നമ്മുടെ ആ സോൾട്ടിൻ്റെ വാട്ടറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ടി ഞാൻ. അപ്പോൾ അങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യിച്ചാൽ വാട്ടറിൽ H+ ഉണ്ട്, OH- ഉണ്ട്. ഓക്കെ, Na+ ഇതിൽ OH- വാട്ട് കമ്പൈൻ ചെയ്താൽ യു വിൽ ഗെറ്റ് NaOH + HCl. ഓക്കെ, അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി ഇത് നമ്മുടെ ന്യൂട്രലൈസേഷൻ പ്രോസസ്സിൻ്റെ റിവേഴ്സാണ്. ദാറ്റ് ഈസ് ന്യൂട്രലൈസേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക, ആസിഡും ബേസും കമ്പൈൻ ചെയ്ത് സോൾട്ടും വാട്ടറും കിട്ടും. ഇവിടെ നമ്മൾ സോൾട്ടിനെ വാട്ടറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ട് ഒരു ആസിഡും ബേസും പ്രൊഡ്യൂസ് ചെയ്യിക്കണ്ട. മനസ്സിലായല്ലോ? നമ്പർ ഓഫ് മോൾസ് ഒക്കെ നോക്കിക്കോ. 1 mol 1 mol 1 mol 1 mol. ഓക്കെ, ഇപ്പം ഞാൻ 1 mol ദാറ്റ് ഈസ് 1 mol സോൾട്ട് എടുത്ത് വാട്ടറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യിച്ചാൽ എനിക്ക് 1 mol Na+ കിട്ടും, 1 mol HCl കിട്ടും. 1 mol NaOH കിട്ടും, 1 mol HCl കിട്ടും. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒരു സൊല്യൂഷനകത്ത് if the concentration of H+ is greater than concentration of OH-, നമ്മൾ ഏത് സൊല്യൂഷൻ എടുത്താലും അടുത്ത H+ OH- ഉണ്ടാവാം. കമ്പാരിറ്റീവ്ലി H+ ആണ് കൂടുതലെങ്കിൽ ദ സൊല്യൂഷൻ വിൽ ബി ആസിഡിക്. ശരിയല്ലേ? ദാറ്റ് ഈസ് ആസിഡിൻ്റെ പ്രോപ്പർട്ടിയാണ്, പ്രോപ്പർട്ടി ഈസ് ബേസ്ഡ് ഓൺ H+. അപ്പോൾ ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് H+ ഈസ് ഗ്രേറ്റർ ഇൻ ദ സൊല്യൂഷൻ സീംസ് ടു ബി ആസിഡിക്. H+ൻ്റെ കോൺസെൻട്രേഷൻ ഈസ് ലെസ് ദാൻ ദ കോൺസെൻട്രേഷൻ ഓഫ് OH-. അപ്പോൾ കൂടുതലുള്ളത് ആരാ? OH-. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്താവും? ബേസിക് ആവും. ഓക്കെ, ആൻഡ് ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് H+ ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് OH-, ദെൻ വി ക്യാൻ സേ ദ സൊല്യൂഷൻ ഈസ് ന്യൂട്രൽ. അതിന് ആസിഡിൻ്റെ പ്രോപ്പർട്ടി ഇല്ല, ബേസിൻ്റെ പ്രോപ്പർട്ടി ഇല്ല, ബിക്കോസ് രണ്ടും കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇവിടെ നോക്കിക്കോ. അപ്പോൾ ഞാൻ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾട്ട് എടുത്ത് അതിന് ഹൈഡ്രോളിസിസ് നടത്തി. കിട്ടിയ ആസിഡിൻ്റെയും ബേസിൻ്റെയും രണ്ടുപേരുടെയും നമ്പർ ഓഫ് മോൾസ് സെയിം ആണ്. അപ്പോൾ ഇവിടെ 1 mol NaOH 1 mol HCl കിട്ടിയെന്ന് വിചാരിക്കാം. ആ രണ്ടുപേരും സ്ട്രോങ് ആണ്. ഇത് സ്ട്രോങ് ബേസ്, ദിസ് ഈസ് എ സ്ട്രോങ് ആസിഡ്. അപ്പോൾ എന്താണ് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ട്രോങ് സബ്സ്റ്റൻസസ് ഓർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് അണ്ടർഗോ കംപ്ലീറ്റ് ഡിസോസിയേഷൻ. അപ്പോൾ ഇവിടെ ഫോം ചെയ്ത 1 mol NaOH കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. ഫോം ചെയ്ത 1 mol HCl കംപ്ലീറ്റ് അയണൈസ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന H+ൻ്റെയും OH-ൻ്റെയും കോൺസെൻട്രേഷൻ സെയിം അല്ലേ? ദാറ്റ് ഈസ് ഇവിടെ നിന്ന് കിട്ടുന്ന നമ്പർ ഓഫ് OH- ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ H+ ഗിവൺ ബൈ ദ ആസിഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നാൽ കോൺസെൻട്രേഷൻ ഓഫ് H+ വിൽ ബി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് OH-. അപ്പോൾ നമുക്ക് പറയാം സൊല്യൂഷൻ എന്തായി? ന്യൂട്രൽ സൊല്യൂഷനായി. അപ്പോൾ സോഡിയം ക്ലോറൈഡ് വാട്ടറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് കിട്ടിയ സൊല്യൂഷൻ്റെ നേച്ചർ എന്തായിരുന്നു? ഇറ്റ് ഈസ് ന്യൂട്രൽ. വേറൊരു സോൾട്ട് എടുക്കുന്നുണ്ട് ഞാൻ. സോൾട്ട് അമോണിയം ക്ലോറൈഡ് ആണ്, NH4Cl. ഇതിനെ വാട്ടറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യിക്കാമെന്ന് വിചാരിക്കുക, H2O. ഓക്കെ, ഇറ്റ് ഹാസ് NH4+ ആൻഡ് Cl-. ഇറ്റ് ബിക്കംസ് NH4OH + HCl. ഇറ്റ് വിൽ ഗിവ് യു അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് HCl. കിട്ടിയ രണ്ടുപേരുടെ നമ്പർ ഓഫ് മോൾസ് സെയിം ആണ്. ഇവിടെയും കിട്ടിയത് 1 mol NH4OH 1 mol HCl ആണ്. ഇതൊരു വീക്ക് ബേസും ഇത് സ്ട്രോങ് ആസിഡുമാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 1 mol HCl കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യും, പക്ഷേ 1 mol അമോണിയം ഹൈഡ്രോക്സൈഡ് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യില്ല. ദാറ്റ് മീൻസ് അവിടെയുള്ള OH- കോൺസെൻട്രേഷൻ H+ൻ്റെ കോൺസെൻട്രേഷനേക്കാളും കുറവായിരിക്കും. കോൺസെപ്റ്റ് കിട്ടിയല്ലോ അല്ലേ? വീക്ക് സബ്സ്റ്റൻസസ് കംപ്ലീറ്റ് അയോണൈസ് ചെയ്ത് പോവില്ല, സ്ട്രോങ് സബ്സ്റ്റൻസ് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഇത് വളരെ കുറച്ചേ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന OH- കോൺസെൻട്രേഷൻ will be less than the concentration of H+. Okay, therefore we can say the solution is acidic. Okay, another one, CH3COONA, sodium acetate.
അതിനെ വാട്ടറായിട്ട് ഇൻറ്ററാക്ട് ചെയ്യിക്കണം വിചാരിക്കാം. ഇറ്റ് വിൽ ഗിവ് യു CH3COOH plus NaOH. This is a weak acid, this is a strong base. Okay, അപ്പോൾ സ്ട്രോങ് ബേസ് അല്ലേ കൂടുതൽ ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഇസ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് സബ്സ്റ്റൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന H+ൻ്റെ കോൺസെൻട്രേഷൻ വിൽ ബി ലെസ് ദാൻ ദ കോൺസെൻട്രേഷൻ ഓഫ് OH-. അപ്പോൾ കൂടുതൽ ആരാനുള്ള OH-. സൊല്യൂഷൻ എന്തായി? ബേസിക് ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സോൾട്ടിനെ വാട്ടറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യിച്ചാൽ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ സോൾട്ട് യു വിൽ ബി ഗെറ്റിംഗ് ന്യൂട്രൽ സൊല്യൂഷൻ or acidic solution or basic solution. This phenomena is typically called salt hydrolysis. അപ്പോൾ salt hydrolysis is the interaction of a salt with water to form acidic, basic or neutral solution. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് സാധാരണ ക്വസ്റ്റ്യനിൽ കാണുന്നതാണ്. നമ്മൾ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് ഒരു സോൾട്ടിൻ്റെ നേച്ചർ. സോഡിയം സയനൈഡ് NaCN. ഈ സോഡിയം സയനൈഡിൻ്റെ സൊല്യൂഷൻ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുമോ, അല്ലെങ്കിൽ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുമോ, അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ NaCN സോഡിയം സയനൈഡിൻ്റെ അക്വസ് സൊല്യൂഷൻ കൺസിഡർ ചെയ്താൽ ഇറ്റ് ഈസ് എ സോൾട്ട്. ഓക്കെ, അക്വസ് സൊല്യൂഷൻ കൺസിഡർ ചെയ്താൽ ഇത് Na+ഉം Cl- അല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി ഫോം ചെയ്യുന്ന ബേസ് ഏതായിരിക്കും? NaOH. ആൻഡ് Cn- ഫോംസ് HCl. ഹൈഡ്രോസയനിക് ആസിഡും NaOH. NaOH സ്ട്രോങ് അല്ലേ? This is a weak, this is strong. അപ്പോൾ കൂടുതലുണ്ടാവുക OH- അല്ലേ. So the nature of solution of NaCN is basic, having pH value greater than 7. അപ്പോൾ ഇതെന്ത് സംഭവിക്കും? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ലിറ്റ്മസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പറഞ്ഞത് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ സോൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് വെച്ചാൽ സിംപ്ലി ഇതാണ്. എന്താണ്? ഒരു സോൾട്ട് വാട്ടറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് അസിഡിക്കോ ബേസിക്കോ ന്യൂട്രലോ ആയിട്ടുള്ള സൊല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനോമിനയാണ്. നമുക്ക് ഈ സോൾട്ട് ഹൈഡ്രോളിസിസിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് 4 ടൈപ്പ് സോൾട്ട് ഉണ്ട്. ഒന്ന് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് അല്ലേ. ദാറ്റ് ഈസ് ഉണ്ടാവുന്ന സോൾട്ട് സ്ട്രോങ് ആസിഡ് എന്നും സ്ട്രോങ് ബേസ് എന്നും ഉണ്ടാവുന്നതാവാം. നമ്പർ 1. നമ്പർ 2, you can consider a salt have strong acid and weak base. Okay, number 3, weak acid, strong base. Number 4, weak acid and weak base. അങ്ങനെ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൾട്ടിൻ്റെ ഹൈഡ്രോളിസിസിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ എന്താണ് സോൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. സോൾട്ട് ഇൻട്രാക്ഷൻ ഓഫ് സോൾട്ട് വിത്ത് വാട്ടർ. സോൾട്ടും വാട്ടറും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിനി ഓരോന്നായിട്ട് നോക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി എന്താണ്? ഹൈഡ്രോളിസിസ് ഓഫ് salt of strong acid and strong base. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്ട്രോങ് ആസിഡിൻ്റെയും ഒരു സ്ട്രോങ് ബേസിൻ്റെയും സോൾട്ടിൻ്റെ ഹൈഡ്രോളിസിസ് ആണ്. അപ്പോൾ നമുക്ക് സിംപിളി ഒരു എക്സാമ്പിൾ എടുക്കാം. NaCl, സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് ഞാൻ വാട്ടറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ കിട്ടുന്ന സാധനം എന്തൊക്കെ ആയിരിക്കും? NaOH-ഉം HCl-ഉം. ഓക്കെ, സോൾട്ട് എല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓൾ സോൾട്ട്സ് ആർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ദേ ഓൾമോസ്റ്റ് അണ്ടർഗോ കംപ്ലീറ്റ് ഡിസോസിയേഷൻ. അപ്പോൾ ഈ NaCl-നകത്ത് ഇപ്പോൾ Na-യും Cl-ഉം എക്സിസ്റ്റ് ചെയ്യുന്നത് Na+ഉം Cl- ആയിട്ടാണല്ലോ. സോ ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് Na+ ആൻഡ് Cl-. അത് ഫോം ചെയ്ത് എന്തൊക്കെയാണ്? Na+, OH-, H+. രണ്ടുപേരും സ്ട്രോങ് അല്ലേ. അപ്പോൾ ഇതും ഡിസോസിയേറ്റ് ചെയ്യാം, ഇതും ഡിസോസിയേറ്റ് ചെയ്യും. ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഇപ്പോൾ ഇവിടെ Na+ ഉണ്ട്, Cl- ഉണ്ട്, വാട്ടറിനകത്ത് H+ ഉണ്ട്, OH- ഉണ്ട്. ഇത് NaOH-ഉം ഫോം ചെയ്തു, HCl-ഉം ഫോം ചെയ്തു. രണ്ടുപേരും സ്ട്രോങ് ആണ്. അപ്പോൾ രണ്ടുപേരും കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായോ? ഇനി അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ Na+ ഉണ്ട്. ആ Na+ അതുപോലെ റൈറ്റ് സൈഡിലുണ്ട്. ബിക്കോസ് ഇതിപ്പോൾ 1 മോൾ ആണ് എന്ന് വിചാരിക്കാം. 1 മോൾ ആണെങ്കിൽ കിട്ടുന്ന NaOH-ൻ്റെ എമൗണ്ട് 1 മോൾ തന്നെ ആയിരിക്കില്ലേ? ഇതിൻ്റെ എമൗണ്ട് എത്ര തന്നെയാണ്? 1 മോളാണ്. ഓക്കെ, ആ 1 മോൾ NaOH സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയ കാരണം കംപ്ലീറ്റ് അയോണൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കിട്ടുന്ന Na+ൻ്റെ കോൺസെൻട്രേഷൻ എമൗണ്ട് എത്ര തന്നെയാണ്? 1 മോൾ തന്നെയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ 1 മോൾ NaCl-നകത്ത് ഇറ്റ് ഹാസ് 1 മോൾ Na+. ഓക്കെ,
റൈറ്റ് സൈഡിൽ നമുക്ക് എന്തുണ്ട്, ആ 1 mol Na+ അങ്ങനെ തന്നെ ഉണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് വേറൊരു കാര്യം പറയുന്നത്, ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് NaOH. ഈവൻ ദെൻ this 1 mol NaOH completely splits into 1 mol Na+ and 1 mol OH-. Okay, then Cl-. ഇവിടെ എത്ര മോൾസ് HCl പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? 1 mol HCl പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 1 mol HCl കംപ്ലീറ്റ് H+ഉം Cl- ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് 1 mol Cl- കിട്ടിയില്ലേ? അപ്പോൾ ഈ സോൾട്ടിലുണ്ടായിരുന്ന Cl- അങ്ങനെ തന്നെ ഒരു ചേഞ്ചും ഇല്ലാതെ ഇപ്പോഴും അങ്ങനെ തന്നെ ഇല്ലേ? ശരിയല്ലേ? ഈ സോൾട്ടിലുണ്ടായിരുന്ന Na+ന് ഒരു ചേഞ്ചും ഇല്ലാതെ ഇപ്പോഴും അത് ആ പ്രോസസ്സ് നടന്നു കഴിഞ്ഞ ശേഷവും ഇവിടെ 1 mol Na+, അവിടെയും 1 mol Na+. ദാറ്റ് ഈസ് നത്തിങ് ഹാപ്പൻ ടു Na+. ഇവിടെ ഒരു 1 mol Cl- ഉണ്ടായിരുന്നു. റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടി? 1 mol HCl കിട്ടി. പക്ഷേ HCl കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് പോയി. അഗെയിൻ വി ഗോട്ട് 1 mol Cl-. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 1 mol Cl- ഉണ്ട്, റൈറ്റ് സൈഡിൽ ദാറ്റ് ഈസ് പ്രോസസ്സ് കഴിഞ്ഞ ശേഷവും ആ 1 mol Cl- അങ്ങനെ തന്നെ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഈസ് ഈ സോൾട്ടിൽ 1 mol Na+, 1 mol Cl-. അതങ്ങനെ തന്നെയുണ്ട്. വാട്ടറിലെ H+ഉം OH- അങ്ങനെ തന്നെയുണ്ട്. ഇറ്റ് എക്സിസ്റ്റ് ആസ് H+ ആൻഡ് OH-. ഓക്കെ, അപ്പോൾ പ്രോസസ്സിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിമാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമുക്ക് പറയാം നോ ഹൈഡ്രോളിസിസ്. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ദാറ്റ് ഈസ് നമ്മൾ വാട്ടറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതിന് മുന്നേ Na+ഉം Cl- എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഈ പറഞ്ഞ പ്രോസസ്സ് നടന്ന ശേഷവും Na+ൻ്റെയും Cl- amount. ദാറ്റ് ഈസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ പ്രോസസ് ദേ എക്സിസ്റ്റ് ഇൻ ദ സെയിം മാനർ. സോ നമുക്ക് പറയാം അവിടെ എന്തില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഓർക്കേണ്ട കാര്യം, എ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് കെൻ നോട്ട് ബി ഹൈഡ്രോളൈസ്ഡ്. ദാറ്റ് ഈസ് വാട്ടറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്താലും അതിൻ്റെ അമൗണ്ടിനോ സ്റ്റേറ്റിനോ ഒന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറയാം there is no hydrolysis and solution has pH value 7 and solution will be neutral. ഇതാണ് ഫസ്റ്റ് വൺ. ഓക്കെ, എന്താ മനസ്സിലായല്ലോ? വി ആർ ഗോയിങ് ടു ഹൈഡ്രോളൈസ് എ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. ഇപ്പോൾ സ്ട്രോങ് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെയും സോൾട്ടിൻ്റെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ അത് എവിടെ നിന്നാണോ ഫോം ചെയ്തത് ആ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസിൽ നിന്നാണ് ഫോം ചെയ്തിട്ടുണ്ടാവുക. രണ്ടുപേരും കംപ്ലീറ്റ് അയണൈസ് ചെയ്ത് പോവും. ഓക്കെ, അപ്പോൾ സംഭവിച്ചത് Na+ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹൈഡ്രോളിസിസ് Na+ൻ്റെ അമൗണ്ട് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അമൗണ്ട് സെയിം ആണ്. Cl- കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അമൗണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രോസസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് പറയാം Na+ൻ്റെ കോൺസെൻട്രേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല, Cl- ഒന്നും സംഭവിച്ചിട്ടില്ല. ദാറ്റ് ഈസ് നോ ഹൈഡ്രോളിസിസ് ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. ക്ലിയർ? രണ്ടാമത്തെ കാറ്റഗറി. അപ്പോൾ ശരിക്കും മനസ്സിലായല്ലോ, ഇതിൻ്റെ pH വാല്യൂ 7 ആണ്, സൊല്യൂഷൻ റിമൈൻസ് ന്യൂട്രൽ. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറി വി ആർ കൺസിഡറിങ് എ സോൾട്ട് ഓഫ് എ സ്ട്രോങ് ആസിഡ് ആൻഡ് എ വീക്ക് ബേസ്. ഓക്കെ, ഒരു സ്ട്രോങ് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും സോൾട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ആസിഡ് സപ്പോസ് ഇപ്പോൾ HCl-ഉം അമോണിയം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക അമോണിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ അമോണിയം ക്ലോറൈഡിൽ നമ്മൾ സോൾട്ട് തന്നിട്ട് നോക്കുക. ഇതാണ് സോൾട്ട് NH4Cl. സോൾട്ടിലെ കാറ്റയോണിക് പാർട്ടും ആനോണിക് പാർട്ടും നോക്കുക. കാറ്റയോണിക് പാർട്ട് കെയിം ഫ്രം ദിസ് ബേസ് ആൻഡ് ആനോണിക് പാർട്ട് കെയിം ഫ്രം ദി ആസിഡ്. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ആസിഡ് ഏതായിരിക്കും? HCl. എടുത്തേക്കുന്ന ബേസ് ഏതായിരിക്കും? NH4OH. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നതാണ് ഒരു സ്ട്രോങ് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും സോൾട്ടിൻ്റെ ഹൈഡ്രോളിസിസ് ആണ്. നമുക്ക് നോക്കാം. NH4Cl and water and interact ചെയ്യിച്ചു. It gave you ammonium hydroxide and hydrochloric acid. ഓക്കെ, ഇത് വീക്ക് ബേസ് ആണ്. ദിസ് ഇസ് എ സ്ട്രോങ് ആസിഡ്. ക്ലിയർ അല്ലേ? ഇതിനകത്ത് NH4+ ഉണ്ട്, Cl- ഉണ്ട്. ഇനി നോക്കുക, HCl സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്, പ്ലസ് മൈനസ്. ഇതിൻ്റെ 1 mol സോൾട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയത് 1 mol സോൾട്ടിന് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞ ശേഷം കിട്ടിയ സ്ട്രോങ് ആസിഡ് 1 mol. ആ സ്ട്രോങ് ആസിഡ് കംപ്ലീറ്റ് അയണൈസ് ചെയ്ത് പോയില്ലേ? ഓക്കെ, അപ്പോൾ ബിഫോർ ഹൈഡ്രോളിസിസ് concentration of Cl- was 1 mol or amount of chlorine Cl-
Cl മൈനസിൻ്റെ amount 1 mole ആയിരുന്നു. പ്രോസസ്സ് നടന്നു കഴിഞ്ഞ ശേഷം 1 mole HCl കിട്ടി. ഈ 1 mole HCl കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് പോയതുകൊണ്ട് കിട്ടിയ Cl മൈനസിൻ്റെ amount എത്ര തന്നെയാണ്? 1 mole. ഓക്കെ, അപ്പോൾ Cl മൈനസിൻ്റെ കോൺസെൻട്രേഷൻ പ്രോസസ്സിന് മുന്നേയും പ്രോസസ്സിന് ശേഷം സെയിമാണ്. അപ്പോൾ നമുക്ക് പറയാം നത്തിങ് ഹാപ്പൻഡ് ടു Cl മൈനസ്. Cl മൈനസിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ദാറ്റ് ഈസ് അതിൻ്റെ കോൺസെൻട്രേഷൻ രണ്ട് പ്രോസസ്സിന് ശേഷം മുന്നേയും ശേഷവും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ Cl മൈനസിന് ചേഞ്ച് ഒന്നുമില്ല, ആനയോണിന് ഒന്നും സംഭവിക്കുന്നില്ല. നേരെ മറിച്ച് കാറ്റോൺ നോക്കിക്കോ, NH4+. 1 mole NH4Cl-നകത്ത് 1 mole NH+ ഇല്ലേ? NH4+ൻ്റെ amount ഇവിടെ എത്രയാ? 1 mole. ഓക്കെ, പ്രോസസ്സ് നടന്നു കഴിഞ്ഞ ശേഷം കിട്ടിയത് NH4OH അല്ലേ? അവൻ വീക്ക് ഇലക്ട്രോലൈറ്റ് അല്ലേ? ശരിയല്ലേ? NH4OH വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, വളരെ കുറച്ച് മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഡിസോസിയേറ്റ് ചെയ്താലല്ലേ നമുക്ക് NH4+ കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ പ്രോസസ്സിന് മുന്നേ NH4+ൻ്റെ amount എത്രയായിരുന്നു? 1 mole. ശേഷമോ ഇറ്റ് ഈസ് ലെസ് ദാൻ 1 mole. ഇത് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യാത്തത് കാരണം ഓക്കെ കിട്ടിയ NH4+ൻ്റെ amount എത്തായിരുന്നു? ഇവിടെ എടുത്തതിനേക്കാളും കുറവാണ്. അപ്പോൾ NH4+ എന്തായിട്ട് കൺവേർട്ട് ചെയ്ത് പോയി? NH4OH. അപ്പം നമുക്ക് പറയാം ഈ പ്രോസസ്സിൽ ആക്ച്വലി ദ പ്രോസസ് ഹാപ്പൻസ് ടു ദ കാറ്റയോണിക് പാർട്ട് ഓഫ് ദി സോൾട്ട്. ഓക്കെ, അപ്പം ഞാനിതിനെ അയോൺ ദാറ്റ് ഈസ് കോമൺ അയോൺസ് ഒക്കെ മാറ്റിയിട്ട് പ്രോസസ്സ് മാത്രം എഴുതിയാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ Cl മൈനസിന് ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, Cl മൈനസും Cl മൈനസ് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നെറ്റ് റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ NH4+ H2O gives NH4OH H+. ഇതല്ലേ അവിടെ ആക്ച്വലി സംഭവിച്ചേ അല്ലേ? ഇവിടെ 1 mole Cl മൈനസ്, ഇവിടെയും 1 mole Cl മൈനസ്. പക്ഷെ ബാക്കി നമുക്കൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ പറഞ്ഞിരിക്കണേ? അപ്പോൾ ഈ പറഞ്ഞ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡും വീക്ക് ബേസിനെ നിങ്ങൾ ഹൈഡ്രോളിസിസ് നടത്തുകയാണെങ്കിൽ ആക്ച്വലി അവിടെ ഹൈഡ്രോളിസിസ് നടക്കുന്ന ആർക്കാണ്? കാറ്റയോണിനാണ്. അപ്പോൾ നമ്മളിത് പറയും ദിസ് ഈസ് കാറ്റയോണിക് ഹൈഡ്രോളിസിസ്. അപ്പോൾ ഒരു സ്ട്രോങ് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും സോൾട്ടിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ ആക്ച്വലി ഹൈഡ്രോളിസിസ് ഹാപ്പൻസ് ടു ദ കാറ്റയോണിക് പാർട്ട് ഓഫ് സോൾട്ട്. സോ ദിസ് ഈസ് നോൺ ആസ് കാറ്റയോണിക് ഹൈഡ്രോളിസിസ്. മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി നമ്മളിതിൻ്റെ ചെറിയൊരു കാര്യം പഠിക്കാൻ പോവാം. NH4Cl ഡിസോസിയേറ്റ് ചെയ്തു, NH4ഉം H2 ആയിട്ട് കൺവേർട്ട് ചെയ്ത് NH4OH ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ ഒരു സ്ട്രോങ് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും സോൾട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഇവിടെ വീക്ക് സബ്സ്റ്റൻസ് ഇല്ലേ NH4OH, അത് വീക്ക് ബേസ് ആണ്. ഓക്കെ, ആ വീക്ക് ബേസിൻ്റെ ഡിസോസിയേഷൻ ഞാൻ എഴുതിയാൽ എങ്ങനെ എഴുതേണ്ടി വരും എന്ന് വെച്ചാൽ നമ്മൾ ഇതാണ് പ്രോസസ്സ്. ഓക്കെ, NH4Cl H2O gives NH4OH HCl. ഇതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് എഴുതാണെന്ന് വിചാരിക്കുക. സോറി, ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എഴുതാമെന്ന് വിചാരിക്കുക. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എഴുതുമ്പോൾ നമ്മൾ Kc എന്നല്ല എഴുതുക. ആ Kcയിൽ ഡിനോമിനേറ്ററിൽ എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് H+. ഓക്കെ, അപ്പോൾ ആ കോൺസെൻട്രേഷൻ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത പോലെ തന്നെയാണ്. ആ ഡിനോമിനേറ്ററിലെ കോൺസെൻട്രേഷൻ ഓഫ് H+ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കും. ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തിട്ട് പ്രോഡക്റ്റ് മാത്രം എഴുതും. ഓക്കെ, ആ കോൺസ്റ്റൻറ്റിന് നമ്മളൊരു പേര് പറയും KH. ദാറ്റ് ഈസ് കോൾഡ് ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ്. എന്താ പേര്? ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ the equilibrium constant corresponding to dissociation of acid is called dissociation constant. വാട്ടർ ഡിസോസിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നിങ്ങൾ ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനൊരു പേര് പറയും അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. അപ്പോൾ ഓരോ സിറ്റുവേഷനിലെയും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിന് ഓരോ പേരാണ് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോളിസിസ് പ്രോസസ്സിൻ്റെ കറസ്പോണ്ടിങ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിന് പറയുന്ന പേരാണ് ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ് KH. ഓക്കെ, ഇനി അടുത്തൊരു ടേം കൂടെ നമുക്ക് പഠിക്കണം. ഈ സോൾട്ട് എടുത്തു, ഞാനിപ്പോൾ 1 mole സോൾട്ട് എടുത്തു എന്ന് വിചാരിക്കുക. സപ്പോസ് ആ 1 mole സോൾട്ട് എടുത്ത് വാട്ടർ ഇൻറ്ററാക്ട് ചെയ്തു. ഈ 1 mole സോൾട്ട് കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് നടന്ന് പോകണം നിർബന്ധമില്ല.
നമ്മൾ നേരത്തെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ എടുക്കുന്ന 1 മോൾ കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് പോകണമെന്നില്ല. ആ എടുത്ത 1 മോളിൽ 0.2 മോളാണ് ഡിസോസിയേറ്റ് ചെയ്ത് പോയതെങ്കിൽ നമ്മൾ 0.2-ന് പേര് പറയും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. എടുക്കുന്ന അമൗണ്ടിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്ന അമൗണ്ടിന് പറയുന്ന പേരാണ് ഡിഗ്രി ഓഫ് അതിൻ്റെ റേഷ്യോന് പറയുന്ന പേരാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അതുപോലെ നമ്മളിപ്പോൾ 1 മോൾ എടുത്തു വിചാരിക്കുക. ആ 1 മോളിൽ നിന്ന് എത്ര സോൾട്ട് ഹൈഡ്രോളിസിസ് നടന്നു പോയി? എടുക്കുന്ന അമൗണ്ട് കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് നടക്കണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ പോവാണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 1 മോൾ അമോണിയം ക്ലോറൈഡ് എടുത്തു. ആ 1 മോൾ അമോണിയം ക്ലോറൈഡിൽ നിന്ന് 0.2 മോൾ അമോണിയം ക്ലോറൈഡാണ് ഈ ഹൈഡ്രോളിസിസ് എന്ന പ്രോസസ്സിന് വിധേയമായതെങ്കിൽ നമുക്ക് പറയാം 0.2/1 റേഷ്യോ എടുത്താൽ 0.2/1, ദാറ്റ് ഈസ് 0.1 ആണ് ഹൈഡ്രോളിസിസ് നടന്നു പോയ അമൗണ്ടിൻ്റെ റേഷ്യോ. അതിനൊരു പേര് പറയും ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ്, H. Okay, when the H, it is degree of hydrolysis. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? The amount of salt undergoing hydrolysis divided by amount of salt taken. അവിടെ degree of dissociation എന്ന് പറഞ്ഞു, that is number of moles of salt അല്ലെങ്കിൽ electrolyte dissociated by number of moles taken. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ എടുത്ത അമൗണ്ട് നോക്കുക, ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞു പോയ അമൗണ്ട് നോക്കുക. അപ്പോൾ സോൾട്ട് അണ്ടർഗോയിങ് ഹൈഡ്രോളിസിസ് ഡിവൈഡഡ് ബൈ സോൾട്ട് ടേക്കൺ, എടുത്ത അമൗണ്ടും ഹൈഡ്രോളിസിസ് നടന്നു പോയ അമൗണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് ഈ പറഞ്ഞ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ്. ഇപ്പോൾ 2 ടേംസ് ആയി, ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ്, വേറെന്താണ് ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ്. ഈ പറഞ്ഞ 2 പേരും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ നോക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒത്തിരി ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കോമ്പനീത്തിനകത്തൊക്കെ ഡെറിവേഷൻ ഉണ്ടാവും. നമുക്ക് ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഈ പറഞ്ഞ ആൾക്കാരുടെ എക്സ്പ്രഷൻസ് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എക്സ്പ്രഷനാണ് KH. എക്സ്പ്രഷൻ ഫോർ KH ഇറ്റ് ഈസ് ഈക്വൽ ടു KW ഡിവൈഡഡ് ബൈ KB. ഓക്കെ, നമ്പർ 2, അതായത് ഇങ്ങനെ ഓർത്താൽ മതി, ഡിസോസിയേഷൻ ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു KW ഡിവൈഡഡ് ബൈ, ഇതിൽ ഏതാണോ വീക്ക്, സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ് നടത്തുക. അപ്പോൾ ഏതാണോ വീക്ക് അതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ KH is equal to KW by KB. H is equal to, നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ പറഞ്ഞത് എങ്ങനെയായിരുന്നു? ആൽഫ is equal to സ്ക്വയർ റൂട്ട് ഓഫ് KA by C അല്ലേ? ആൽഫ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് KA by C. കെയുടെ പേരെന്തായിരുന്നു? ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്. ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റിന് കറസ്പോണ്ടിങ് ടേമിന് പറയുന്ന പേരാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇവിടെ നടക്കുന്നത് ഹൈഡ്രോളിസിസ് അല്ലേ? അപ്പോൾ അതിൻ്റെ കൊറസ്പോണ്ടിങ് ആൽഫയാണ്. ഹൈഡ്രോളിസിസിൻ്റെ കൊറസ്പോണ്ടിങ് ആൽഫ ആണ് നമ്മൾ H എന്ന് പറഞ്ഞ് പഠിക്കണേ. ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് KH by C. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ KA ആൽഫ, ഈ KAക്ക് പകരം ഇവിടെ എന്തുവാ? KH. ആൽഫയ്ക്ക് പകരം എന്താ? H. അപ്പോൾ ഇത് KAയും ഇത് ആൽഫയാണെന്ന് ഓർത്താൽ മതി. KA ഇവിടെ ഹൈഡ്രോളിസിസ് എന്ന സംഭവം നടക്കുന്നത് കൊണ്ട് നമ്മളതിനെ സ്പെസിഫിക് ആയിട്ട് ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ് എന്നും ഇതിനെ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് എന്നും പറഞ്ഞു. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് KH എന്തുവാ? KW ബൈ KB ഇൻറ്റു C. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. H, degree of hydrolysis in the case of a strong acid versus strong acid and weak base is H is equal to square root of KW by KB into C. Okay, then number 3, ഈ സൊല്യൂഷൻ acidic ആണോ basic ആണോ എന്ന് ചോദിക്കാം. that is strong acidൻ്റെയും weak baseൻ്റെയും സോൾട്ടിൻ്റെ സൊല്യൂഷൻ acidic ആണോ? ഏതാ സ്ട്രോങ്? ആസിഡ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഡെഫിനറ്റ്ലി acidic ആണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ നെറ്റ് റിയാക്ഷൻ എഴുതിയേക്കണേ ഇങ്ങനെയാണ്, NH4 പ്ലസ് പ്ലസ് H2 ഗീസ് NH4OH പ്ലസ് H പ്ലസ്. അപ്പോൾ അവിടെ എന്ത് ക്രിയേറ്റ് ആവുന്നുണ്ട്? H പ്ലസ് എക്സസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൊല്യൂഷനകത്തുള്ള കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇസ് ഈക്വൽ ടു CH. നമ്മൾ ഇൻ ദ കേസ് ഓഫ് വീക്ക് ആസിഡ് കോൺസെൻട്രേഷൻ ഓഫ് H ഇസ് ഈക്വൽ ടു C ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇസ് ഈക്വൽ ടു CH-ന് പകരം ആൽഫയ്ക്ക് പകരം H. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ഇതല്ലയോ H. അവൻ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് പറയാം, നിങ്ങൾ ഓർത്ത് ശ്രദ്ധിച്ചോളൂ. സി ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് കെ ഡബ്ല്യു ബൈ കെ ബി ഇൻറ്റു സി. ആ സി നമ്മൾ സ്ക്വയർ റൂട്ടിന് ഉള്ളിലേക്ക് ഇടും. ഉള്ളിലേക്ക് ഇടുമ്പോൾ സി സ്ക്വയർ ആയി. താഴെ സി ഉണ്ട്, മേളിൽ സി ഉണ്ട്, രണ്ട് സി ക്യാൻസൽ ചെയ്ത് പോകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ ഡബ്ല്യു ഇൻറ്റു സി ബൈ കെ ബി. ഓക്കെ, ദാറ്റ് ഈസ് ഹെച്ച് എന്താണോ ആ ഹെച്ചിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ടിന് പുറത്തൊരു സി വരും. ആ സീനെ സ്ക്വയർ റൂട്ടിന് ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ സി സ്ക്വയർ ആയിട്ട് മാറും. താഴത്തെ സി മേളത്തെ സി ക്യാൻസൽ ചെയ്ത് പോകും. സോ നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ഇനി ഇതിൻ്റെ പി എച്ച് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, അതും ചോദിക്കാറുണ്ട്. പി എച്ചിൻ്റെ ഫോമുല ഇതാണ് ഹെച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ. ഹെച്ച് പ്ലസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ ഡബ്ല്യു ഇൻറ്റു സി ബൈ കെ ബി. ഓക്കെ, അവിടെ നിന്ന് പി എച്ച് എഴുതുകയാണെങ്കിൽ പി എച്ച് ഇസ് ഈക്വൽ ടു 7 മൈനസ് ഹാഫ് ഇൻറ്റു പി കെ ബി പ്ലസ് ലോഗ് സി. Okay, but this is the formula to calculate the pH of a solution of salt of strong acid and strong weak base. Okay, അപ്പോൾ ഇത് ഇക്വേഷൻ നോക്കിക്കോ, പി എച്ച് ഇസ് ഈക്വൽ ടു 7 മൈനസ് ഹാഫ് ഇൻറ്റു പി കെ ബി പ്ലസ് ലോഗ് സി എന്നാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ പി എച്ച് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ പി എച്ച് വിൽ ബി ലെസ് ദാൻ 7. സോ സൊല്യൂഷൻ വിൽ ഓൾവേസ് ബി ആസിഡിക്. ഓക്കെ, ഈ സി എന്ന് പറഞ്ഞാൽ നിങ്ങളെടുത്ത സോൾട്ട്, നമ്മളിപ്പോൾ ഹൈഡ്രോളിസിസ് നടത്താൻ വേണ്ടി എടുത്ത സോൾട്ടിൻ്റെ കോൺസെൻട്രേഷനാണ്. 7 മൈനസ് ഹാഫ് ഇൻറ്റു, ഇവിടെ ഒരു പി കെ ഡബ്ല്യു ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അഡ്ജസ്റ്റ്, അതായത് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഉണ്ടാക്കിയ ഫോമുലയാണിത്. നമുക്കറിയാം കെ ഡബ്ല്യു അതിൻ്റെ നെഗറ്റീവ് ലോഗ് എടുത്താൽ പി കെ ഡബ്ല്യു ആവും. പി കെ ഡബ്ല്യു 25 ഡിഗ്രി സെൽഷ്യസിൽ 14 ആണ്. ഓക്കെ, സ്ക്വയർ റൂട്ട് എടുത്താൽ ഒരു ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ആ കെ ഡബ്ല്യുവിന് ബ്രാക്കറ്റിന് പുറത്തെടുത്തിട്ടാണ് ഈ 7 എഴുതിയിരിക്കുന്നത്. അപ്പോൾ 7 മൈനസ് ഹാഫ് ഇൻറ്റു പി കെ ബി പ്ലസ് ലോഗ് സി, ഇതാണ് സൊല്യൂഷൻ്റെ പി എച്ച് കണ്ടുപിടിക്കേണ്ട ഫോമുല. പി എച്ച് വിൽ ഓൾവേസ് ബി ലെസ് ദാൻ 7. സൊല്യൂഷൻ വിൽ ബി ആസിഡിക് ഇൻ നേച്ചർ. ക്ലിയർ? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, ഒരു സ്ട്രോങ് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും സോൾട്ടിൻ്റെ ഹൈഡ്രോളിസിസ് ആണ്. അവിടെ ആക്ച്വലി ഹൈഡ്രോളിസിസ് നടക്കുന്ന കാറ്റയോണിക് പാർട്ടിനാണ്. നമ്മൾ 4 ഇക്വേഷൻസ് പഠിച്ചു. ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ്, ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ്, കോൺസെൻട്രേഷൻ ഓഫ് H plus and pH. And always the pH will be less than 7 and the solution seems to be acidic. Okay. Number 3. നമ്മൾ 2 സോൾട്ട് പറഞ്ഞു. ഒന്ന് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്, അവിടെ ഹൈഡ്രോളിസിസ് ഒന്നുമില്ല. അടുത്ത് പറഞ്ഞത് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്, അവിടെ കാറ്റയോണിക് പാർട്ട് ഹൈഡ്രോളിസിസ് നടന്നു പോകുമെന്ന് പറഞ്ഞു. മൂന്നാമത്തത് സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. ഒരു വീക്ക് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെയും സോൾട്ടിനെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്താൻ പോവാം. ഫോർ എക്സാമ്പിൾ CH3COONA, സോഡിയം അസറ്റേറ്റ്. ഓക്കെ, ഇതിനെ നിങ്ങൾ ഹൈഡ്രോളിസിസ് നടത്തി H2O കിട്ടുന്നത് CH3COOHും NaOH. ആസിഡിൽ ആനയോണിക് പാർട്ടും കാറ്റയോണിക് പാർട്ടും ഇങ്ങനെയാണ്. സപ്പോസ് 1 മോൾ എടുത്തു, ആ 1 മോൾ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് നടന്നു പോയി എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് സ്ട്രോങ് അല്ലേ, ഇത് വീക്ക് ആസിഡ്, ദിസ് ഇസ് സ്ട്രോങ് ബേസ്. ഓക്കെ, അപ്പോൾ ഏതിൻ്റെ അമൗണ്ടാണ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ വരിക? ഇത് സ്ട്രോങ് ആണ്, ഇത് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യും. Na+ OH- ഈ 1 മോൾ സോൾട്ട് കംപ്ലീറ്റ് 1 മോൾ NaOH ആയിട്ട് കൺവേർട്ട് ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ 1 മോൾ Na+ ഉണ്ടാവും, റൈറ്റ് സൈഡിൽ ഒരു 1 മോൾ Na+ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാം Na+ ഇവിടെ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, Na+ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പോൾ നെറ്റ് റിയാക്ഷൻ എഴുതിയാൽ എങ്ങനെ വരും? CH3COO- plus H2O gives CH3COOH plus OH-. ഓക്കെ, അപ്പോൾ സോൾട്ടിൻ്റെ ആനയോണിക് പാർട്ടിനാണ് ഇപ്പോൾ ഹൈഡ്രോളിസിസ് നടന്നു പോയേക്കണേ. ഇപ്പോൾ നമ്മളിതിനെ എന്ത് വിളിക്കാം? Here happens anionic hydrolysis. ഓക്കെ, ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. അങ്ങനെ ആനയോണിക് ഹൈഡ്രോളിസിസിൻ്റെ ഫലമായിട്ട് അവിടെ സൊല്യൂഷനകത്ത് എന്ത് ക്രിയേറ്റ് ആവാം? OH-. സൊല്യൂഷൻ വിൽ ബി ബേസിക് ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ ആനയോണിക് പാർട്ടാണ് ഹൈഡ്രോളിസിസ് ആണെന്ന് പോവാം. ദെൻ
നമ്മൾ നേരത്തെ പറഞ്ഞ ഫോമിലൊക്കെ ഇവിടെയും പറയേണ്ടി വരും. KH is equal to KW divided by, ഇവിടെ ആരോ വീക്കായിട്ട് വരുന്നത് ആസിഡ് അല്ലേ, KW divided by K. Number 2, H. Alpha is equal to square root of Ka by C എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് പറയുക, സ്ക്വയർ റൂട്ട് ഓഫ് KH by C. That is H is equal to square root of KW by K into C. Okay. Number 3, concentration of OH minus ആണ് ഇവിടെ ഉണ്ടാവുക. നെറ്റ് റിയാക്ഷനിൽ എന്താ ഇൻവോൾവ് ചെയ്തേക്കുന്ന OH അല്ലേ, അപ്പോൾ എക്സസ് വരുന്ന അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന OH മൈനസാണ്. ഈ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ആണ് CH. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു, therefore concentration of OH minus is equal to, ഇതിനെ C കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ആവും, Hനെ C കൊണ്ട് മൾട്ടിപ്ലൈ ആവും. അപ്പോൾ C ഇൻറ്റു ഈ സ്ക്വയർ റൂട്ട് എന്ന പോർഷൻ വരും, C സ്ക്വയർ റൂട്ടിനുള്ളിലേക്ക് പോവും, അപ്പോൾ C സ്ക്വയർ ആവും, അപ്പോൾ മേളിൽ എക്സ്ട്രാ ഒരു C വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് KW ഇൻറ്റു C ബൈ K. നമ്പർ 4, അപ്പോൾ ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എഴുതിയേക്കണേ, നമുക്ക് സൊല്യൂഷൻ്റെ pH ആണ് വേണ്ടത്. ഓക്കെ, രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഈ OH നിന്ന് H പ്ലസ് കാൽക്കുലേറ്റ് ചെയ്യുക, 14 ബൈ എന്ന് എഴുതാം, അല്ലെങ്കിൽ KW എന്ന് എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഇസ് ഈക്വൽ ടു KW നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ആണ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, KWനെ OH മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, KW ഡിവൈഡഡ് ബൈ ഈ ക്വാണ്ടിറ്റി, എന്നിട്ട് അവൻ്റെ നെഗറ്റീവിലോ കൊടുക്കുക. അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് POH കണ്ടുപിടിക്കുക, എന്നിട്ട് 14 മൈനസ് POH എന്ന് എഴുതാം. അപ്പോൾ എനിവേ PHൻ്റെ ഫോമിൽ ഇതാണ്, PH is equal to 7 plus half into pKa plus log C. Okay, 7 plus half into pKa plus log C. ഇവിടെ ആസിഡ് വീക്കാണ്, ആസിഡിൻ്റെ pKa വാല്യൂ. ഓക്കെ, pKa കാൽക്കുലേറ്റ് എങ്ങനെ അറിയില്ലല്ലേ, മൈനസ് ലോഗ് K ആണ് pKa. അപ്പോൾ ഇവിടെ 7 പ്ലസ് എന്നാണ്, ഈ ടേം എന്തായാലും ശരി നമ്മൾ അതിനോട് എപ്പോഴും ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി, സൊല്യൂഷൻ ഹാസ് എ pH വാല്യൂ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 7 ആൻഡ് സൊല്യൂഷൻ ഇസ് ബേസിക് ഇൻ നേച്ചർ. അല്ലെങ്കിൽ തന്നെ സ്ട്രോങ് ബേസും വീക്ക് ആസിഡാണ് ഫോം ചെയ്യുക. അപ്പോൾ വീക്ക് ആസിഡ് കുറച്ചേ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ, അവിടെ എക്സസ് ഓഫ് OH മൈനസ് ക്രിയേറ്റ് ചെയ്യും, സൊല്യൂഷൻ വിൽ ബി ബേസിക്. ഓക്കെ, നാലാമത്തത്, രണ്ടുപേരും വീക്കാന്ന് വിചാരിക്കുക, സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. നമ്മൾ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് പറഞ്ഞപ്പോൾ അതിന് ഹൈഡ്രോളിസിസ് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു, ബിക്കോസ് കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും അമൗണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹൈഡ്രോളിസിസ് എക്സാക്ട്ലി സെയിം ആണ്. അപ്പോൾ നത്തിങ് ഹാപ്പൻസ് ടു ദീസ് ആനയോൺ ആൻഡ് കാറ്റയോൺ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, രണ്ടുപേരും വീക്കാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമുക്ക് അമോണിയം അസറ്റേറ്റ് എടുക്കാം, CH3CONH4. അമോണിയം അസറ്റേറ്റിന് ഞാൻ വാട്ടർ റിയാക്ട് ചെയ്യിച്ചാൽ CH3COOH കിട്ടും, NH4OH കിട്ടും. രണ്ടുപേരും വീക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആനയോൺ, ഇത് കാറ്റയോൺ. ഇതിൻ്റെ ആനയോണിക് പാർട്ടിലും ഹൈഡ്രോളിസിസ് നടന്നിട്ടുണ്ട്. ദാറ്റ് ഈസ്, ഇത് വീക്കല്ലേ, ഇതും വീക്കല്ലേ അല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള CH3COO മൈനസിൻ്റെ കോൺസെൻട്രേഷനേക്കാളും കുറവാണ് റൈറ്റ് സൈഡിൽ നിന്ന് കിട്ടുന്ന CH3COO മൈനസിൻ്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള NH4 പ്ലസിനേക്കാളും ഡെഫിനറ്റ്ലി കോൺസെൻട്രേഷൻ കുറവായിരിക്കും റൈറ്റ് സൈഡിലുള്ള NH4 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ. ദാറ്റ് മീൻസ് ഇൻ ദിസ് ബോത്ത് ആനയോൺ ആൻഡ് കാറ്റയോൺ undergo hydrolysis. Okay, for both anionic and cationic hydrolysis happens in the case of this type of salt. ഇപ്പോൾ രണ്ടുപേരും ഹൈഡ്രോളിസിസ് നടന്നു പോയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. KH നോക്കിക്കോ, KH is equal to KW divided by, രണ്ടുപേരും വീക്കാണ്, അപ്പോൾ KA into KB.
ആസിഡ് വീക്ക് ആണെങ്കിൽ KW ഡിവൈഡഡ് ബൈ KA. ബേസ് വീക്ക് ആണെങ്കിൽ KW ഡിവൈഡഡ് ബൈ KB. രണ്ടും വീക്കാണ് ഇവിടെ. അത് അതിനകത്ത് ഡെറിവേഷൻ ഉണ്ട്, നമുക്ക് ഡെറിവേഷൻ്റെ ആവശ്യമൊന്നും ഇല്ല തൽക്കാലം. ഓക്കെ, അപ്പോൾ KH is equal to KW divided by KA into KB. Number 1. Number 2, hydrolysis constant. ഓക്കെ, രണ്ട് പേരും വീക്ക് ആണെങ്കിൽ ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തില്ല, KH നമ്മൾ സാധാരണ ആൽഫ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് KA ബൈ C എന്ന് എഴുതുന്നത്. അപ്പോൾ ഇതിനെ ഹെച്ചിലോട്ട് കൺവേർട്ട് ചെയ്താൽ H is equal to സ്ക്വയർ റൂട്ട് ഓഫ് KH ബൈ C എന്നാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത് ഇതുവരെ. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഡെറിവേഷനിൽ രണ്ടുപേരും വീക്കാണ്, അപ്പോൾ രണ്ടുപേരുടെ കോൺസെൻട്രേഷൻ ടേംസ് വരും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളിങ്ങനെ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ മേളിലത്തെ സിയും താഴത്തെ സിയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ C എന്ന ടേം അവിടെ ഇല്ല, ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് ഇല്ല. സോ ഇറ്റ് ഈസ് സിംപ്ലി സ്ക്വയർ റൂട്ട് ഓഫ് KH. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് പറയാം H is equal to square root of KW divided by KA into KB. അതാണ് ഹൈഡ്രോളിസിസ്, ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ്. ഇനി മൂന്നാമത് നമുക്ക് എന്താ വേണ്ടേ, കോൺസെൻട്രേഷൻ ഓഫ് H+ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ C ആൽഫ എന്ന് പറഞ്ഞു അല്ലേ, ഇവിടെ C എന്ന ടേം ഇല്ല, നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയി എന്ന് പറഞ്ഞു. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് H+ is actually equal to KA into H ആണ്. CH അല്ല, KA into H ആണ്. നമ്മൾ തൊട്ട് മുന്നേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് H+ എഴുതിയിരിക്കുന്നത് CH എന്നാണ്. ഇവിടെ C എന്നല്ല നമ്മൾ പറയണം, KA കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരിക. Therefore concentration of H+ is equal to square root of KA കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ KA ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ആണ്. അപ്പോൾ KA സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് പോകും, അപ്പോൾ അത് KA സ്ക്വയർ ആവും. താഴെ KA ഉണ്ട്, മേളിലൊരു KA ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ബിക്കംസ് KW ഇൻറ്റു KA ഡിവൈഡഡ് ബൈ KB. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് H+. ദിസ് ഈസ് ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ്, ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ്, ആൻഡ് ദിസ് ഈസ് ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ്. രണ്ടുപേരും വീക്ക് ആണെങ്കിൽ. ക്ലിയർ അല്ലേ? pH വേണ്ടേ നമുക്ക്? അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ pH എഴുതിയാൽ pH is equal to 7 + ½ into pKa minus pKb. ഓക്കെ, ഇപ്പോൾ രണ്ടുപേരും വീക്ക് ആണെങ്കിൽ pH will be independent of the concentration of salt. നമ്മൾ തൊട്ട് മുന്നത്തെ കുറേ ഫോമുല എഴുതിയിട്ടുണ്ടായി, ആ തൊട്ട് മുന്നത്തെ ഫോമുലയൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ആ pHൻ്റെ ഇക്വേഷനിൽ നമ്മൾ ആദ്യം സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് പറഞ്ഞു. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസിൽ 7 - ½ into pKb + log C എന്നോ, അവിടെ log C ഉണ്ട്. C എന്തായിരുന്നു, എടുത്ത സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ. രണ്ടാമത്തെ അത് നമ്മൾ മൂന്നാമത്തെ, ആദ്യത്തത് ഹൈഡ്രോളിസിസ് ഇല്ല, മൂന്നാമത്തതിൽ വീക്ക് ആസിഡും സ്ട്രോങ് ബേസ് ആണെങ്കിൽ 7 + ½ into pKb + log C, അവിടെ log C ഉണ്ട്. ദാറ്റ് മീൻസ് ബാക്കി സോൾട്ടിൻ്റെ എല്ലാവരുടെയും ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞ് കിട്ടിയ സൊല്യൂഷൻ്റെ pH വാല്യൂ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സോൾട്ട് ടേക്കൺ. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് എ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്, pH ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ. ദാറ്റ് ഇസ് pHൻ്റെ ഇക്വേഷനിൽ എന്തില്ല, കോൺസെൻട്രേഷൻ ടേം ഇല്ല. സോ pH ഈസ് ഈക്വൽ ടു 7 + ½ into pKa minus pKb. ഓക്കെ, സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ നമുക്ക് നോക്കണ്ടേ. ഇതിന് മുന്നേക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ രണ്ടും സ്ട്രോങ് ആണെങ്കിൽ സൊല്യൂഷൻ ന്യൂട്രൽ, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ആണെങ്കിൽ അസിഡിക്, pH will be less than 7. സ്ട്രോങ് ബേസ് വീക്ക് ആസിഡ് ആണെങ്കിൽ സൊല്യൂഷൻ്റെ pH വാല്യൂ greater than 7, സൊല്യൂഷൻ ബേസിക് ആണെന്ന് പറഞ്ഞു. ഇവിടെ സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ നമ്മൾ നോക്കാൻ പോവാം. ഓക്കെ, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം pH ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ pKa ആൻഡ് pKb. ആ അവിടെയുള്ള വീക്ക് ആസിഡിൻ്റെ pKaനെയും വീക്ക് ബേസിൻ്റെ pKbനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് pH ഉണ്ടാവുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ആസിഡ് സ്ട്രോങ് ആണെന്ന് വിചാരിക്കാം, സപ്പോസ്. അതായത് ഇവിടെ മനസ്സിലാക്കണേ, ആ സോൾട്ടിൻ്റെ ഹൈഡ്രോളിസിസ് നടത്തി കിട്ടുന്ന ആസിഡും വീക്കാണ്, ബേസും വീക്കാണ്, രണ്ടുപേരും വീക്കാണ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി കുറച്ച് സ്ട്രോങ് ആസിഡ് ആണെന്ന് വിചാരിക്കുക. ഇഫ് ആസിഡ് ഈസ് സംവാട്ട് സ്ട്രോങ്ങർ ആസ് കമ്പയർഡ് ടു ബേസ്, അങ്ങനെയാണെങ്കിൽ Ka
ഫസ്റ്റ് ഓപ്ഷൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ കെ എ ഗ്രേറ്റർ ദാൻ കെ ബി അല്ലേ? എന്താ കെ എ? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ്. കെ ബി എന്ത് വരുന്നു? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ്. അപ്പോൾ കെ എ കൂടുന്നതനുസരിച്ച് ആസിഡിൻ്റെ സ്ട്രെങ്ത് കൂടുമെന്നും കെ ബി കൂടുന്നതനുസരിച്ച് ബേസിൻ്റെ സ്ട്രെങ്ത് കൂടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആസിഡ് കൂടുതൽ ഡിസോസിയേറ്റ് ചെയ്താൽ കെ എ കൂടും, ബേസ് കൂടുതൽ ഡിസോസിയേറ്റ് ചെയ്താൽ കെ ബി കൂടും. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആസിഡ് ബേസിനേക്കാളും സ്ട്രോങ് ആണെന്നാണ്. അതായത് ആസിഡ് കൂടുതൽ ഡിസോസിയേറ്റ് ചെയ്യും, ബേസ് കുറച്ച് ഡിസോസിയേറ്റ് ചെയ്യും. ഇഫ് കെ എ ഗ്രേറ്റർ ദാൻ കെ ബി, ദെൻ പി കെ എ വിൽ ബി ലെസ് ദാൻ പി കെ ബി അല്ലേ? That is pKa is equal to minus of log Ka. അപ്പോൾ കെ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പി കെ എന്താ ചെയ്യണേ? പി കെ കുറയും. ഓക്കെ, അപ്പോൾ കെ കെ ബിനേക്കാളും കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ്ലി പി കെ പി കെ ബിനേക്കാളും കുറവാണ്. ഓക്കെ, നോക്കിക്കോ, നമ്മുടെ പി എച്ചിൻ്റെ ഇക്വേഷൻ നോക്കിക്കോ. പി കെ ബിനേക്കാളും കുറഞ്ഞു വിചാരിക്കാം. പി കെ എ പി കെ ബിനേക്കാളും കുറവാണെങ്കിൽ ഈ ടേം നെഗറ്റീവ് ആയില്ലേ അല്ലേ? അപ്പോൾ 7 മൈനസ് എന്നായില്ലേ നമ്മുടെ പി എച്ചിൻ്റെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ പി എച്ച് എന്താവും? ലെസ് ദാൻ 7. അപ്പോൾ കെ എ കെ ബിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? ആസിഡ് ഇസ് സംവാട്ട് സ്ട്രോങ്ങർ. അപ്പോൾ ആസിഡ് സ്ട്രോങ്ങർ ആണെങ്കിൽ പി എച്ച് വാല്യൂ ലെസ് ദാൻ 7. സൊല്യൂഷൻ അസിഡിക് ആയിരിക്കും. Solution will be acidic. രണ്ടാമത്തെ ഓപ്ഷൻ, ഇഫ് കെ ലെസ് ദാൻ കെ ബി എന്ന് പറഞ്ഞാൽ എന്തുവാ? ബേസ് ആണ് സ്ട്രോങ്. കമ്പാരറ്റീവ്ലി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വരുന്നത് ബേസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി കെ എ ഗ്രേറ്റർ ദാൻ പി കെ ബി അല്ലേ? അപ്പോൾ പി കെ എ പി കെ ബിനേക്കാളും കൂടുതലാണെങ്കിൽ ഈ ടേം കംപ്ലീറ്റ് പോസിറ്റീവായി. ഓക്കെ, അപ്പോൾ 7 പ്ലസ് എന്ന് വരും. പി എച്ച് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 7. സൊല്യൂഷൻ വിൽ ബി ബേസിക്. ഇനി ഓപ്ഷൻ 3, ഇഫ് കെ എ ഈക്വൽ ടു കെ ബി, ആസിഡും ബേസും ഒരേപോലെ സ്ട്രോങ് ആണെങ്കിൽ, ആസിഡിക് പ്രോപ്പർട്ടിയും ബേസിക് പ്രോപ്പർട്ടിയും ക്യാൻസൽ ചെയ്ത് പോവില്ലേ? രണ്ടുപേരും വീക്കാണ്. ഓക്കെ, കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരുന്ന ആസിഡ് ആണെങ്കിൽ സൊല്യൂഷൻ ആസിഡിക്കാം. ഓക്കെ, കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വരുന്നത് ബേസ് ആണെങ്കിൽ സൊല്യൂഷൻ ബേസിക്കാം. രണ്ടുപേരും ഈക്വലി സ്ട്രെങ്ത് ആണെങ്കിൽ, ദാറ്റ് ഈസ് കെ എ ഈക്വൽ ടു കെ ബി എന്നാണെങ്കിൽ പി കെ എ ഈക്വൽ ടു പി കെ ബി. പി കെ എയും പി കെ ബിയും സെയിം ആണെങ്കിൽ ഈ ടേം കംപ്ലീറ്റ് 0 അല്ലേ? പി എച്ച് ഇസ് ഈക്വൽ ടു 7. സൊല്യൂഷൻ എന്തുവാ? ന്യൂട്രൽ ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവം എന്ന് വെച്ചാൽ സോൾട്ട് ഹൈഡ്രോളിസിസ് ആണ്. ഓക്കെ, സോൾട്ട് ഹൈഡ്രോളിസിസ് 4 ഡിഫറെൻറ്റ് ടൈപ്പ് സോൾട്ടിൻ്റെ ഹൈഡ്രോളിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്, അതിന് ഹൈഡ്രോളിസിസ് നടത്താൻ നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ദെൻ സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്, സ്ട്രോങ് ആസിഡും വീക്ക് ബേസും റിയാക്ട് ചെയ്താൽ അവിടെ ആനയോണിക് ഹൈഡ്രോളിസിസ് ആണോ കാറ്റോണിക് ഹൈഡ്രോളിസിസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കണം നമ്മൾ. അതായത് സ്ട്രോങ് ആസിഡും വീക്ക് ബേസും. അപ്പോൾ ബേസിൻ്റെ പാർട്ട് കാറ്റോണിക് പാർട്ടാണ്, അപ്പോൾ കാറ്റോണിക് ഹൈഡ്രോളിസിസ്. ദെൻ വീക്ക് ആസിഡും സ്ട്രോങ് ബേസും, അടുത്ത് രണ്ടുപേരും വീക്ക് ആണെങ്കിൽ അവിടെ ആനയോണിക് ഹൈഡ്രോളിസിസ് ഉണ്ടാവും, കാറ്റയോണിക് ഹൈഡ്രോളിസിസ് ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളിലും KH dissociation hydrolysis constant, degree of hydrolysis, concentration of H plus and pH. അപ്പോൾ ഇത്രയും ഫോമുല നമ്മൾ ഓർത്തിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ ഹൈഡ്രോളിസിസ് എന്ന പ്രോസസ്സ് കംപ്ലീറ്റ്. സോൾട്ട് ഹൈഡ്രോളിസിസ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ നമുക്ക് ഒരു ചെറിയ കാര്യം പറയാനുള്ളത്, ഞാനൊരു വീക്ക് ആസിഡ് കൺസിഡർ ചെയ്യാൻ പോവാം. വീക്ക് ആസിഡ് ഫോർ എക്സാമ്പിൾ CH3COH. ഈ വീക്ക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്താൽ പ്ലസ് H2O gives CH3COO minus plus H3O plus. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് വീക്ക് ആസിഡ് ആണ് അല്ലേ? അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് ആണ് CH3COO മൈനസ്. ഇത് ആസിഡും ആ ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് CH3COO മൈനസും. ക്ലിയർ? ഇതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് KA ഞാൻ എഴുതുകയാണെന്ന് വിചാരിക്കാം. KA ഇത് റിവേഴ്സിബിൾ പ്രോസസ് ആണ്. അപ്പോൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടി വരും?
CH3CO minus into concentration of H3O plus. H3O plus അല്ലെങ്കിൽ H plus. Okay? By concentration of CH3COH. അല്ലേ? Ka ആണ്, അപ്പോൾ H2 ഉണ്ടാവണ്ട. ക്ലിയർ അല്ല? ഇനി ഞാൻ ഈ കോൺജുഗേറ്റ് ബേസിൻ്റെ ഹൈഡ്രോളിസിസ് നോക്കാൻ പോവാം. ആ ബേസ് വാട്ടറോട് റിയാക്ട് ചെയ്യും. ദാറ്റ് ഈസ് CH3CO മൈനസ് വാട്ടറോട് ഇൻറ്ററാക്ട് ചെയ്താൽ ഇറ്റ് ഫോം CH3, മനസ്സിലാക്കുക, CH3CO മൈനസ് പ്ലസ് H പ്ലസ് ഇൻറ്റു OH മൈനസ്. H പ്ലസും OH മൈനസും ആ H പ്ലസ് ഇതുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ CH3COOHും OH മൈനസുമായിട്ട് ഫോം ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എഴുതുകയാണെങ്കിൽ നമുക്കിതിന് വേണമെങ്കിൽ ഇത് രണ്ട് രീതി ഇൻ്റർപ്രിറ്റ് ചെയ്യാം. ഒന്ന്, if I am considering this reaction as the hydrolysis of anion, നമ്മൾ anionic ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞ് പഠിച്ചതാണ് ആദ്യത്തെ കാറ്റഗറി, ആനയോണിക് ഹൈഡ്രോളിസിസ്. അപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സിൻ്റെ കൊറസ്പോണ്ടിങ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് നമുക്ക് എന്ത് വിളിക്കാം? ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കാം, KH. സോ ഇറ്റ് ഈസ് KH hydrolysis constant. So this is equal to concentration of CH3COH into concentration of OH minus divided by concentration of CH3COO minus. ഇവിടെയും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ യൂണിറ്റി ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് KA ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്, ഇത് അതിൻ്റെ കൊറസ്പോണ്ടിങ് കോൺജുഗേറ്റ് ബേസിൻ്റെ ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇനി ഈ രണ്ടുപേരെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കാം. KA ഇൻറ്റു KH ഈക്വൽ ടു CH3CO minus into concentration of H plus by concentration of CH3COH into CH3COH into OH minus divided by concentration of CH3CO minus. Cancel ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്തു. പിന്നെ ബാക്കി എന്താണുള്ളത്? ഇറ്റ്സ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ്. ഇവിടെ H3O പ്ലസ് ആണ്, അത് മുന്നേ പറഞ്ഞിട്ട് H3O പ്ലസിന് നമുക്ക് H പ്ലസ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഞാനത് H പ്ലസ് എന്ന് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് H3O പ്ലസ് തന്നെ എഴുതിക്കോ, പ്രശ്നമൊന്നുമില്ല. H പ്ലസ് ഇൻറ്റു എന്തുവാ? OH മൈനസ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻറ്റു OH മൈനസ് നമ്മളൊരു പേര് പറയും KW അല്ലേ? സോ വി ക്യാൻ സേ KA ഇൻറ്റു KH is equal to KW. KA into KH is equal to KW. അപ്പോൾ KH is equal to എഴുതിയാൽ എങ്ങനെ എഴുതേണ്ടി വരും? KH is equal to എന്താണ്? KW by KA. നമ്മൾ സോൾട്ട് ഹൈഡ്രോളിസിസിൽ ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ് is equal to KW by KA എന്ന് പറഞ്ഞില്ലേ? ഇത് ബേസിനും ആപ്ലിക്കബിളാണ്. നമ്മൾ എടുക്കുന്നത് ഒരു ബേസ് ആണെങ്കിൽ കെയ്ക്ക് പോലെ എന്തുവാ? KB ആണ്. ഓക്കെ, അപ്പോൾ KA ഇൻറ്റു KH ഇസ് ഈക്വൽ ടു KW, അല്ലെങ്കിൽ KB ഇൻറ്റു KH ഇസ് ഈക്വൽ ടു KW. ഈ KH എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണേ. KA എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആസിഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ആ ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്. KH എന്താണ്? ആ ആസിഡിൽ നിന്ന് ഫോം ചെയ്യുന്ന കോൺജുഗേറ്റ് ബേസ് ഏതാണോ ആ കോൺജുഗേറ്റ് ബേസിൻ്റെ ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇത് ഹൈഡ്രോളിസിസ് എന്ന രീതിയിൽ എടുത്തത് കൊണ്ട് എനിക്ക് KH എന്ന് പറയേണ്ടി വന്നു. ഞാനിത് ബേസിൻ്റെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കിതെന്ത് പറയാം? KB എന്ന് പറയാം. ഇത് ആസിഡിൻ്റെ ഡിസോസിയേഷൻ അല്ല ആസിഡിൻ്റെ റിയാക്ഷൻ, ഇത് ബേസിൻ്റെ റിയാക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ KA ഇൻറ്റു KHന് വരെ നമുക്ക് എന്ത് എഴുതാം? KB. അപ്പോൾ നമുക്ക് പറയാം KA ഇൻറ്റു KB is equal to KW. അപ്പം അങ്ങനെ ഒരു ഫോർമുല ഉണ്ട്, ദാറ്റ് ഈസ് KA ഇൻറ്റു KB ഈക്വൽ ടു KW. ഞാനിതിപ്പോൾ ഹൈഡ്രോളിസിസ് എന്ന രീതിയിലല്ല എടുക്കുന്നത്,
ആസിഡിൻ്റെ റിയാക്ഷനും ബേസിൻ്റെ റിയാക്ഷനുമായിട്ട് എടുത്താൽ കെ എ ഇൻറ്റു കെ ബി എന്നാവും. അപ്പോൾ കെ എ ഇൻറ്റു ഹൈഡ്രോളിസിന് പകരം നമുക്ക് കെ ബി എന്ന് എടുക്കാം. സോ കെ ഇൻറ്റു കെ ബി സി ഈക്വൾ ടു കെ ഡബ്ല്യു. ഈ കെ എന്താ? ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്. കെ ബി എന്താ? അതിൻ്റെ കോൺജുഗേറ്റ് ബേസിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ വളരെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫോർമുലയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും അതിൻ്റെ കോൺജുഗേറ്റ് ബേസിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റ് കെ ഡബ്ല്യു ആണ്. വേറെ രീതി പറഞ്ഞാൽ ഒരു ബേസിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും ആ ബേസിൻ്റെ കോൺജുഗേറ്റ് ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റ് കെ ഡബ്ല്യു ആണ്. ഓക്കെ, നമ്മളിത് ലോഗ് എടുക്കുകയാണെങ്കിൽ ലോഗ് കെ പ്ലസ് ലോഗ് കെ ബി ഈക്വൽ ടു ലോഗ് കെ ഡബ്ല്യു. കംപ്ലീറ്റ് ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ലോഗ് കെ എ ഈക്വൽ പ്ലസ് മൈനസ് ലോഗ് കെ ബി ഈക്വൽ ടു മൈനസ് ലോഗ് കെ ഡബ്ല്യു. കംപ്ലീറ്റ് ഞാൻ ലോഗ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. വാട്ട് ഈസ് മൈനസ് ലോഗ് കെ എ? മൈനസ് ലോഗ് കെ ഈസ് പി കെ എ അല്ലേ? സോ പി കെ എ പ്ലസ് മൈനസ് ലോഗ് കെ ബിയോ പി കെ ബി. It is equal to minus log Kw, that is pKw. അപ്പോൾ ഒരു ആസിഡിൻ്റെ പി കെ അറിയാമെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ബേസിൻ്റെ പി കെ ബി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പി കെ ഇസ് ഈക്വൽ ടു പി കെ ഡബ്ല്യു മൈനസ് പി കെ ബി. ഓക്കെ, ഓർ പി കെ എ പ്ലസ് പി കെ ബി ഈക്വൽ ടു 14 at 25 degrees Celsius. ഇപ്പം ഇങ്ങനെ ഒരു റിലേഷൻ കൂടിയുണ്ട്, അതുകൂടെ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.